അന്തരിച്ച നടൻ സലിം കുമാറിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. രാവിലെ 8 മണിയോടെ എറണാകുളം അമൃത ആശുപത്രിയിൽ നിന്നും പറവൂർ ടൗൺ ഹാളിൽ എത്തിക്കുന്ന മൃതദേഹം ഉച്ചയ്ക്ക് 1 മണിവരെ പൊതുദർശനത്തിന് വെക്കും. പിന്നീട് വീട്ടിലെത്തിക്കുന്ന മൃതദേഹം വൈകിട്ട് 3:30 ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ഇന്നലെ രാത്രി 10:43 അന്ത്യം. മരണവാർത്തയറിഞ്ഞ് ഇന്നലെ രാത്രി തന്നെ നടന്മാരായ ദിലീപ്, രമേശ് പിഷാരടി, നാദിർ ഷാ, സൗബിൻ ഷാഹിർ, നടി ശ്വേത മേനോൻ, തസ്നി ഖാൻ, ഹൈബി ഈഡൻ MP എന്നിവർ എത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി പോകാം. ഷീന മാർട്ടിൻ ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഷീന, അപ്പോൾ മൃതദേഹം എപ്പോഴാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകുക? മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ആദ്യം. ജിൽസി, ഇന്ന് 8 മണിയോടുകൂടി തന്നെ, അല്പസമയത്തിനകം 8 മണിയോടുകൂടി തന്നെയായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. തുടർന്ന് വടക്കൻ പറവൂരിലുള്ള ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് എത്തിക്കും. 9 മണി മുതൽ 1 മണി വരെയാണ് ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാവുക. പറവൂരിലെ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാവുക. ശേഷം അവിടെ നിന്ന് വീട്ടിലേക്ക് ലോഫിംഗ് വില്ല എന്നു പേരുള്ള പറവൂരിലെ തന്നെ സലീം കുമാറിൻ്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. അവിടെ 3:30 ഇത്തരത്തിൽ ഇപ്പോൾ മൃതദേഹം സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയാകുക എന്നുള്ളതാണ് അറിയാൻ ലഭിക്കുന്ന വിവരം. മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. സലീം കുമാറിൻ്റെ പ്രത്യേക ആവശ്യപ്രകാരം അങ്ങനൊരു ആഗ്രഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. മതാചാരപ്രകാരമായിരിക്കരുത് ചടങ്ങുകൾ എന്നെല്ലാം തന്നെ സൂചിപ്പിച്ചിരുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ ആ ലോഫിംഗ് വില്ല എന്നുള്ള ആ വീട് വെക്കുമ്പോൾ തന്നെ ആവശ്യപ്പെട്ടിരുന്നു മതാചാരപ്രകാരമുള്ള ചടങ്ങുകളോ അല്ലെങ്കിൽ മതാചാരമായിട്ടുള്ള ഒന്നും വേണ്ടതില്ല എന്നുള്ളൊരു കാര്യം ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നു. അമ്പലത്തിന് തൊട്ടടുത്താണ് സലീം കുമാറിൻ്റെ വീട് എന്നുള്ളത്. ആ വീട് ഈ പ്രളയ സമയത്തൊക്കെ വളരെയധികം ചർച്ചയായ ഒരു വീട് കൂടിയാണ്. ആ വീട്ടിലായിരിക്കും സലീം കുമാറിൻ്റെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാവുക. മലയാള സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അതുവരെ കാണാത്ത ഒരു വ്യത്യസ്തമായ നീണ്ട ചിരിയുമായി വന്ന ഒരു കലാകാരനാണ് സലീം കുമാർ എന്നുള്ളത്. ആ ഒരു ചിരി കണ്ടാൽ മതി. നമ്മളിപ്പോൾ ഒരു വിഷമത്തിലിരിക്കുന്ന ഒരു സന്ദർഭം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘട്ടത്തിലൊക്കെ സലീം കുമാറിൻ്റെ ഓരോ രംഗങ്ങൾ കാണുമ്പോഴും കൊടുകൂടെ ചിരിച്ച മലയാളിയാണ്. അതുകൊണ്ട് തന്നെ മലയാളി സലീം കുമാറിനൊരു പേരും ഇട്ടിട്ടുണ്ട്. ചിരിയുടെ തമ്പുരാൻ എന്നാണ് പൊതുവെ സലീം കുമാറിനെ മലയാളി വിളിക്കാറുള്ളത്. വ്യാഴാഴ്ചയായിരുന്നു ഇത്തരത്തിൽ അസുഖബാധിതനായി ആശുപത്രിയിൽ സലീം കുമാർ അഡ്മിറ്റ് ആകുന്നത്. അപ്പോൾ മുതൽ ഓരോ മലയാളിയും ആഗ്രഹിച്ചിരുന്നു തിരിച്ചു വരണം. മലയാളിയുടെ സ്റ്റാറ്റസുകളിലെല്ലാം തന്നെ സലീം കുമാർ നിറഞ്ഞിരുന്നു പ്രാർത്ഥനയോടെ. തിരിച്ചുവരവ്, സലീം കുമാറിൻ്റെ തിരിച്ചുവരവ് കേരളം കാത്തിരുന്നതാണ്. പക്ഷേ മലയാളിയുടെ പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് ഇന്നലെ രാത്രി 10:43 അന്ത്യം. ന്യൂമോണിയ ബാധിച്ച് രോഗം മൂർച്ഛിച്ച അവസ്ഥയിലായിരുന്നു. ഇന്നലെ രാത്രിയോടെ ഹൃദയാഘാതം ഉണ്ടാവുകയും ആ ഹൃദയാഘാതം മൂലമാണ് മരണം എന്നുള്ളതാണ് നിലവിൽ ഡോക്ടർമാർ നൽകുന്ന വിവരം എന്നുള്ളത്. മലയാളത്തിലെ ചിരിപ്പടങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ സലീം കുമാർ എന്നുള്ളത്. ഇടയ്ക്ക് ആ തമാശ വിട്ട് ആളൊന്ന് സീരിയസ് ആയി എന്നെങ്കിലും മലയാളം വിട്ട് അന്യഭാഷാ ചിത്രങ്ങളുടെ ഭാഗമായി മാറിയിരുന്നു. സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളെല്ലാം തന്നെ സലീം കുമാറിനെ നേടിയെത്തി. ഇടയ്ക്കൊക്കെ സംവിധായകനുമായി മാറി. അങ്ങനെ സലീം കുമാർ നടൻ മലയാള സിനിമയിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ട് 30 വർഷം പൂർത്തിയാക്കുമ്പോൾ, 3 പതിറ്റാണ്ട് തികയ്ക്കുമ്പോഴാണ് മലയാള സിനിമയോടും ലോകത്തോടും വീട്ടുകാരോടും കുടുംബക്കാരോടും പ്രിയപ്പെട്ടവരോടും ഒക്കെ വിട പറഞ്ഞ യാത്രയാകുന്നത്. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിലാണ് സലീം കുമാറിൻ്റെ ജനനം. ഗംഗാധരൻ്റെയും കൗസല്യയുടെയും ഇളയ മകനായിട്ടാണ് ജനിക്കുന്നത്. 1969 സലീം കുമാർ, ഒക്ടോബർ 10 സലീം കുമാർ ജനിക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ്റെ വലിയൊരു അനുഭാവിയായിരുന്നു. സലീം കുമാറിൻ്റെ പേരിൽ തന്നെയുള്ളൊരു വ്യത്യസ്തത. ആ വ്യത്യസ്തത അല്ലെങ്കിൽ ആ കൗതുകം എങ്ങനെയാണെന്ന് മുൻപൊരിക്കൽ സലീം കുമാർ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്, എൻ്റെ പേര് കേൾക്കുമ്പോൾ ജാതി ഏതാണെന്നോ മതം ഏതാണെന്നോ ആർക്കും തിരിച്ചറിയരുത് എന്നുള്ളതാണ്. അത്രമേൽ ജാതിയെയും മതത്തെയും കൂട്ടുപിടിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു നടൻ എന്ന് വേണമെങ്കിൽ പറയാം. മിമിക്രിയിലൂടെയായിരുന്നു സലീം കുമാർ ഈ കലാരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ആദ്യം കൊച്ചിൻ കലാഭവൻ, പിന്നീട് ടെലിവിഷനിലെ ഹാസ്യ പരിപാടിയിലെല്ലാം സലീം കുമാർ ഉണ്ടായിരുന്നു. 4 വർഷത്തോളം കൊച്ചിയിലെ പ്രൊഫഷണൽ നാടക ഗ്രൂപ്പായിട്ടുള്ള ആരതി
നിരവധി തിയേറ്റേഴ്സും ഒന്നിച്ച് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിലേക്ക് എത്തി. 1996 ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലാണ് സലീം കുമാറിൻ്റെ മുഖം ആദ്യമായി പ്രേക്ഷകർ മലയാളി കാണുന്നത്. പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങൾ, കുറച്ച് ചിത്രങ്ങൾ, അതിനുശേഷം 2000 വിജി തമ്പി സംവിധാനം ചെയ്ത സത്യമേവ ജയതയിലൂടെ കള്ളൻ്റെ വേഷം, ആ വേഷം ശ്രദ്ധിക്കപ്പെട്ടതോടെ കൂടെയാണ് തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിലേക്ക് റാഫി മെക്കാർട്ടിൻ ടീം സലീം കുമാറിനെ വിളിക്കുന്നത്. തെങ്കാശിപ്പട്ടണം ഹിറ്റായതോടുകൂടി പിന്നീട് അങ്ങോട്ട് സലീം കുമാറിൻ്റെ സമയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിൽ ഹാസ്യ രംഗങ്ങളിൽ അല്ലെങ്കിൽ ഹാസ്യ കഥാപാത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും സലീം കുമാർ എന്നുള്ളത് ആദ്യമേ തന്നെ സംവിധായകന്മാർ എഴുതി വെക്കാൻ തുടങ്ങിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ദിലീപ്, ഹരിശ്രീ അശോകൻ, സലീം കുമാർ ടീം അതൊരു വമ്പൻ കോംബോ ആയിരുന്നു, അല്ലെങ്കിൽ അതൊരു വമ്പൻ ഹിറ്റ് കോംബോ ആയിരുന്നു. എപ്പോഴെല്ലാം ഇവരെല്ലാം സ്ക്രീനിൽ ഒന്നിച്ച് നിന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം മലയാളി കുടുകൂടാ ചിരിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ പൊട്ടിച്ചിരികൾ അലയടിച്ചിട്ടുണ്ട്. മറക്കാനാവാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ, ഈ കഥാപാത്രങ്ങളിലൂടെ ജീവിച്ചയാളാണ് സലീം കുമാർ എന്ന് തന്നെ പറയാം. കാരണം നമ്മളിന്നും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഓരോ ഡയലോഗുകളും അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ട്രോളുകളും ഈ സലീം കുമാറിൻ്റെ കഥാപാത്രങ്ങളിൽ നിന്ന് ഉണ്ടായവയാണ്. ഈ തലമുറ വ്യത്യാസമില്ലാതെ, പുതിയ തലമുറ പഴയ തലമുറ എന്ന വ്യത്യാസമില്ലാതെ ഈ നടനെ അംഗീകരിച്ചു എന്നുള്ളതിനുള്ള തെളിവുകളാണ് നമ്മൾ ഇന്ന് കാണുന്ന സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന ട്രോളുകൾ. മിക്ക ട്രോളുകളിലെല്ലാം തെളിയുന്നത് ഈ സലീം കുമാറിൻ്റെ രംഗങ്ങളാണ്, അല്ലെങ്കിൽ സലീം കുമാറിൻ്റെ ഡയലോഗുകളാണ്. അതെല്ലാം പുതിയ തലമുറ എത്രത്തോളം ആർജവത്തോടെ സലീം കുമാർ എന്ന നടനെ, ആ ഹാസ്യ നടനെ സ്വീകരിച്ചിരുന്നു, അംഗീകരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ തന്നെയാണ്.